ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم من عمل صالحا من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ശീലിച്ച് പാലിച്ച് അല്ലാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട, അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുക, പരിശ്രമിക്കുക, പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു ആ സൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ. വിശ്വാസികളായ നാം സദാസമയവും ജീവിക്കാൻ ശ്രമിക്കേണ്ടത് സാലിഹുകളായിട്ടായിരിക്കണം. ആ പദം നമ്മൾ ധാരാളമായി കേൾക്കാറുണ്ട്. അമലുസ്സാലിഹാത്ത് എന്ന് കേൾക്കാറുണ്ട്. നമ്മുടെ ദുആകളിൽ എന്നെ നീ സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ എന്ന് പറയാറുണ്ട്. തവഫനി മുസ്ലിമൻ വൽഹിഖ്നി ബിസ്സാലിഹീൻ എന്നൊക്കെ പറയാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. ഇങ്ങനെ സാലിഹികളിൽപ്പെട്ടവനാണോ ഞാൻ എന്ന് തിരിച്ചറിയാൻ അല്ലാഹുവും റസൂലും ചില വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ വഴികളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ആ അടയാളങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. ആ അടയാളങ്ങൾ നാം മനസ്സിലാക്കുന്നത് നമ്മൾ സാലിഹുകളാണോ എന്ന് തിരിച്ചറിയാനാണ്. സാലിഹുകളാണെങ്കിൽ നമ്മൾ രക്ഷപ്പെടും, ദുനിയാവിലും രക്ഷപ്പെടും, ആഖിറത്തിലും രക്ഷപ്പെടും. അതാണ് അല്ലാഹു തആല നമ്മളെ കേൾപ്പിച്ചത്. സൂറത്തുൻ നഹ്ലിലെ ഒരു വചനമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ. ആണാവട്ടെ പെണ്ണാകട്ടെ, ഒരാൾ വിശ്വാസിയായിക്കൊണ്ട് സാലിഹായ അമലുകൾ ചെയ്താൽ ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ, അവന് നാം നല്ല ജീവിതം നൽകും. ആ നല്ല ജീവിതം നൽകുമെന്ന് പറഞ്ഞത് ദുനിയാവിലാണ്, ആഖിറത്തിലല്ല. ദുനിയാവിൽ നല്ല ജീവിതം കിട്ടും. തുടർന്ന് പറയുന്നത് വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. അവർ പ്രവർത്തിച്ചതിനുള്ള പ്രതിഫലമായി അവരുടെ പ്രതിഫലം നാം പരലോകത്ത് നൽകുകയും ചെയ്യും എന്നാണ്. ഈ വചനം യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും ആവർത്തിച്ച് വായിച്ചു നോക്കണം. സൂറത്തുൻ നഹ്ലിലെ 97-ാമത്തെ വചനമാണ്. ദുനിയാവിലെ ജീവിതത്തിൽ ഹയാത്തുൻ തയ്യിബ, സമാധാനമുള്ള, സംതൃപ്തിയുള്ള, സന്തോഷമുള്ള ജീവിതം കിട്ടും. ആഖിറത്തിലോ ഇവിടെ ചെയ്ത പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലവും കിട്ടും.
അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കണം നമ്മൾ സാലിഹാണോ അല്ലേ എന്ന്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വിവരിച്ചു, തഫഖദുൽ ഖുലൂബ ഫീ സലാസ് ഫഇൻ വജദ്തും വഇല്ലാ ഫൽബാബു മുഗ്ലഖ്. നിങ്ങൾ സാലിഹാണോ എന്നറിയാൻ 3 കാര്യങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിൽ വെച്ച് പരിശോധിക്കണം. ഒന്നാമത്തേത് 3 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത്, ആ 3 കാര്യങ്ങൾ നമ്മുടെ ഖൽബിനെ വെച്ച് പരിശോധിക്കുമ്പോൾ അത് ഖൽബിൽ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു എന്ന് മനസ്സിലാക്കണം, എന്നാലോചിക്കണം. ആ 3 കാര്യങ്ങൾ ഹൽ തജിദു തുമഅനീന വഖുശൂ' ഔ ഉൻസ്. 3 കാര്യങ്ങളിൽ നിങ്ങൾക്ക് തുമഅനീനത്ത് സമാധാനം കിട്ടുന്നുണ്ടോ? അതാണ് പരിശോധിക്കേണ്ടത്. എൻ്റെ ഹൃദയത്തിൽ മനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ഈ 3 കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് സമാധാനം കിട്ടുന്നുണ്ടോ? 2 ഖുശൂ' കിട്ടുന്നുണ്ടോ? ഖുശൂ' എന്ന് പറഞ്ഞാൽ വലിയ ഗുണമാണ്. അത് അല്ലാഹു നൽകുന്ന വലിയൊരു ഗിഫ്റ്റാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ പറഞ്ഞില്ലേ. ഒരിക്കലും പരാജയമില്ലാത്ത വിജയം ലഭിക്കാനുള്ള ക്വാളിറ്റിയാണ് നമ്മുടെ സ്വലാത്തുകളിൽ ഖുശൂ' ഉണ്ടാവുക എന്നത്. വലിയൊരു അള്ളാഹുവിൻ്റെ ഗിഫ്റ്റാണ് സത്യത്തിൽ അത്. 3-ാമത്തേത് ഉൻസ് അഥവാ ഇണക്കം, സായൂജ്യം. അവിടെ ചെന്നിരുന്നാൽ അത് ചെയ്താൽ നമുക്കൊരു വല്ലാത്ത സായൂജ്യം അനുഭവപ്പെടും. ഇത് 3 സ്ഥലങ്ങളിൽ അനുഭവപ്പെടണം. ഒന്നാമത്തേത് ഫിസ്സലാ, സ്വലാത്തിലാണ്. നമസ്കാരത്തിൽ നമുക്കിത് 3 കിട്ടണം. നമസ്കരിച്ചാൽ തുമഅനീനത്ത് കിട്ടണം, സമാധാനം കിട്ടണം. നമസ്കരിച്ചാൽ ഖുശൂ' കിട്ടണം. നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ ഖുശൂ' കിട്ടണം. നമസ്കാരത്തിൽ ഉൻസ് കിട്ടണം, ഇണക്കം. നമ്മളവിടെ അള്ളാഹുവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ അതാണ്. 2-ാമത്തേത് തിലാവത്തുൽ ഖുർആൻ. ഖുർആനിനെ വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, ഖുർആനിനെ മനസ്സിലാക്കുമ്പോൾ നമുക്കിത് 3 കിട്ടണം. നമ്മുടെ ഖൽബിൽ കിട്ടുന്നുണ്ടോ പരിശോധിക്കണം. നമുക്ക് സമാധാനം കിട്ടുന്നുണ്ടോ? ഖുശൂ' കിട്ടുന്നുണ്ടോ? നമുക്കൊരു വല്ലാത്ത ഇണക്കം, വല്ലാത്ത ഒരു അനുഭവം നമസ്കാരത്തിലൂടെ ഖിറാഅത്ത് ഖുർആനിലൂടെ നമുക്കുണ്ടായിത്തീരുന്നുണ്ടോ? നമ്മൾ പരിശോധിക്കണം. 3-ാമത്തേത് വഫി ദിക്ർ, ദിക്റിലാണ്. ദിക്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്തയാണ്. അള്ളാഹുവിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുക. എന്നിട്ട് നമ്മൾ പറയുക സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഇതൊക്കെയാണ് ദിക്ർ എന്ന് പറഞ്ഞാൽ. ഇത് കേവലം നാവിൽ നിന്നല്ല വരേണ്ടത്, അല്ലെങ്കിൽ ചുണ്ടിൽ നിന്നല്ല വരേണ്ടത്. നാവുകളിൽ ഇതുണ്ടാകണം. നമ്മുടെ നാവ് എപ്പോഴും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ റുതബൻ ബിദിക്രില്ലാഹ്, അല്ലാഹുവിൻ്റെ ദിക്ർ കൊണ്ട് പച്ച പിടിച്ചതാകണം. പക്ഷേ ഉള്ളിൽ നിന്ന് വരണം, ഹൃദയത്തിൽ നിന്ന് വരണം. അപ്പോഴാണ് നമുക്ക് തുമഅനീനത്ത് സമാധാനം കിട്ടുക. അപ്പോഴാണ് നമുക്ക് ഖുശൂ' അഥവാ ഭയഭക്തി ഉണ്ടാവുക. അപ്പോഴാണ് നമുക്ക് ഉനുസ് അഥവാ ഒരു ഇണക്കം കിട്ടുക. ഇത് 3 നമ്മൾ പരിശോധിക്കുക. സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും നോക്കണം. ഇത് നമ്മൾ സാലിഹികളാണോ എന്നും അറിയണം. റമദാൻ നമ്മോട് വിട പറഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളെ ആയുള്ളൂ. 1 മാസം തികഞ്ഞിട്ടില്ല. റമദാനിലൊക്കെ നമ്മൾ സാലിഹികളായിരുന്നു. ഇപ്പം എന്താ നമ്മുടെ അവസ്ഥ? നമ്മൾ നമ്മുടെ സ്വലാത്തിനെ വെച്ച് നോക്കണം. നമുക്ക് നമസ്കാരത്തിൻ്റെ സമയമായാൽ നമുക്കെന്താ ഉണ്ടാകുന്നത്? നമസ്കാരത്തിനോട് വല്ലാത്ത ഒരു ഷൗക്ക്, ആഗ്രഹം ജനിക്കുന്നുണ്ടോ? അള്ളാഹുവിൻ്റെ ബൈത്തായ മസ്ജിദിലേക്ക് ചെല്ലാൻ, സ്പീഡിൽ ചെല്ലാൻ നമുക്ക് ആർത്തി തോന്നുന്നുണ്ടോ? അതല്ല, അതൊരു ഭാരമായാണോ അനുഭവപ്പെടുന്നത്? റമദാനിൽ നമ്മൾ കൃത്യസമയത്ത് നമസ്കരിച്ച നമുക്ക് റമദാൻ അല്ലാത്തപ്പോൾ, ആദാൻ കേട്ടപ്പോൾ, നമസ്കാരത്തിനുള്ള വിളി കേട്ടപ്പോൾ കുറച്ച് കഴിയട്ടെ എന്ന് തോന്നിയോ? പിന്നീടാകാം എന്ന് തോന്നിയോ? പരിശോധിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗം ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട്. അവരുടെ സ്വഭാവം പറഞ്ഞത് വഇദാ ഖാമു ഇലസ്സലാ ഖാമു കുസാല. സലാത്തിന് വേണ്ടി നിന്നാൽ അവർക്ക് ഭയങ്കരമായ അലസത വരും.
അലസതയുടെ അടയാളങ്ങൾ സ്വലാത്തിൽ കാണും. അല്ലാത്ത വല്ലതിനും അവർ നിന്നാലോ ഒരു പ്രശ്നമില്ല, ഭയങ്കര ഹാപ്പി ആയിരിക്കും. പരിശോധിക്കണം നാം, ഇതുണ്ടോ നമുക്ക്? യുറാഊനന്നാസ്, അവരുടെ നമസ്കാരം പോലും പലപ്പോഴും ആളുകൾ കാണൂലേ എന്ന് വിചാരിച്ചായിരിക്കും. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല, ആ നമസ്കാരത്തിൽ കുറച്ചേ അവർ അല്ലാഹനെ ഓർക്കൂ, ബാക്കിയൊക്കെ വേറെന്തൊക്കെയോ ഓർത്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരു വിഭാഗം നമസ്കാരക്കാരെക്കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്. ആ ആയത്തിന്റെ ആദ്യത്തെ ഭാഗം കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. ആരാന്നറിയോ? ഇന്നൽ മുനാഫിഖൂൻ യുഖാദിഊനല്ലാഹ് വഹുവ ഖാദിഉഹും. തീർച്ചയായും മുനാഫിഖുകൾ അവര് യുഖാദിഊനല്ലാഹ്, അവര് വിചാരിക്കുന്നത് അവർ അള്ളാഹുവിനെ ചതിക്കുകയാണ് എന്നാ. ഉള്ളിൽ വേറെയും പുറത്ത് വേറെയും അള്ളാഹിനെ ചതിക്കുക എന്നാ. സത്യത്തിൽ അള്ളാഹുവിനെ അവർ ചതിക്കാൻ കഴിയുമോ? വഹുവ ഖാദിഉഹും, അള്ളാഹുവാണ് അവരെ ചതിക്കുന്നത്. അള്ളാഹ്ക്കറിയാം അവരാരാന്ന്. അവരുടെ സ്വഭാവമാണിത്. സഹോദരങ്ങൾ, നമ്മൾക്ക് ശരിക്കും ശ്രദ്ധിക്കണം. ഈ സ്വഭാവം നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ചീത്തയാണ്, നമ്മൾ നന്നായിട്ടില്ല, നമ്മൾ അമലുകൾ ശരിയായിട്ടില്ല, നമ്മൾ സാലിഹായിട്ടില്ല. നമ്മൾ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. അതുപോലെ ശ്രദ്ധിക്കുക. നമുക്ക് ഷഹ്വാത്തുകളുടെ മുമ്പിൽ, ദേഹേച്ഛകളുടെ മുമ്പിൽ, ആഗ്രഹങ്ങളുടെ മുമ്പിൽ നമുക്കെന്തൊരു ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത് എന്ന്. ദേഹേച്ഛ, ദേഹം ആഗ്രഹിക്കുന്ന, മനസ്സാഗ്രഹിക്കുന്ന, അള്ളാഹു വിരോധിച്ചതാണെങ്കിൽ പോലും, റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ടതല്ലെങ്കിൽ പോലും ആ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സന്തോഷമുണ്ടോ? ഇഷ്ടമുണ്ടാകുന്നുണ്ടോ? അതല്ല വെറുപ്പാണോ ഉണ്ടാകുന്നത്? നോക്കൂ, അള്ളാഹു നിഷിദ്ധമാക്കിയതിലേക്ക് നോക്കാൻ, അള്ളാഹു നിഷിദ്ധമാക്കിയത് കാണാൻ, അള്ളാഹു നിഷിദ്ധമാക്കിയത് രുചിക്കാൻ നമുക്ക് എന്താ സംഭവിക്കുന്നത്? അതിന് നമ്മൾ കൊതിക്കുന്നുണ്ടോ? നമ്മുടെ മനസ്സ് കൊതിക്കുന്നുണ്ടോ? നമ്മൾ പരിശോധിക്കണം. അതല്ല, അത്തരം ശഹ്വത്തുകളിൽ നിന്ന് നമ്മൾ അകലുകയാണോ ചെയ്യുന്നത്? ചിലപ്പോൾ നമ്മൾ അള്ളാഹു തരുന്ന ഗിഫ്റ്റാണതും. നമ്മൾ ആഗ്രഹിച്ചാൽ അള്ളാഹു അകറ്റിത്തരും. നമ്മളതിനോട് ഇമ്പം കാണിച്ചാൽ, ഇഷ്ടം കാണിച്ചാൽ സ്വാഭാവികമാണ്. അതാണ് നിയമം. അതാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഉണ്ടാക്കിയ ശാരീരിക നിയമം. അതാണ് നമ്മൾ പരിശോധിക്കണം. ഇനി നോക്കൂ, അങ്ങനെ വല്ലപ്പോഴും വല്ല ശഹ്വത്തുകളും വല്ല ദേഹേച്ഛകൾക്കും അടിമപ്പെട്ട് അതിൽ പെട്ടുപോയാൽ നമ്മുടെ ഹൃദയത്തിൽ വല്ലാത്ത ഒരു കരിച്ചിൽ തോന്നുന്നുണ്ടോ? വേദന തോന്നുന്നുണ്ടോ? എന്റെ ഹൃദയം കത്തിപ്പോയി തോന്നുന്നുണ്ടോ? ചെയ്യരുതായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? പരിശോധിക്കണം. നമ്മൾ സാലിഹാണോ അല്ലേ എന്നറിയാൻ അള്ളാഹു നിശ്ചയിച്ച പരീക്ഷണോപാധിയാണ് സഹോദരങ്ങളെ രണ്ടാമത്തേത്. അള്ളാഹു അത് പഠിപ്പിക്കുന്നുണ്ട്. സുയ്യിന ലിന്നാസി ഹുബ്ബുഷ് ശഹവാത്ത്, ശഹ്വത്തുകളോടുള്ള, ദേഹേച്ഛകളോടുള്ള സ്നേഹം, പ്രേമം, അത് മനുഷ്യർക്ക് ഭംഗിയാക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് ഒരുപാട് ശഹ്വത്തുകളെ എണ്ണിപ്പറഞ്ഞു അള്ളാഹു. അതോരോന്നും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. ഒന്നാമത്തേത് ഇണകളാണ്, രണ്ടാമത്തേത് മക്കളാണ്, മൂന്നാമത്തേത് സമ്പത്താണ്, നാലാമത്തേത് വാഹനങ്ങളാണ്, അഞ്ചാമത്തേത് കാർഷിക സമ്പത്തുകളാണ്. ഇതൊക്കെ എണ്ണി പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞു, ദാലിക മതാഉൽ ഹയാത്തി ദുനിയ. ഇതൊക്കെ അള്ളാഹു നിശ്ചയിച്ചതാണ്. ഇതിനോടൊക്കെ നമുക്ക് ഇഷ്ടം തോന്നുന്നില്ല. നമ്മൾ ഈ പറഞ്ഞതൊക്കെ നമുക്ക് വേണമെന്ന് തോന്നുന്നില്ലേ? വേണം, സംശയമൊന്നുമില്ല. പക്ഷെ അറിയണം, ഇത് ഹയാത്തുദ്ദുനിയയുടെ മാത്രം വിഭവങ്ങളാണ്. ഇവിടെ മാത്രമേ ഈ ചരക്ക് പോകൂ. ഈ പറഞ്ഞതൊക്കെ വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്. അപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ അടുത്ത് ചെന്നാൽ അള്ളാഹുവിന്റെ അടുത്ത് ഇതിനേക്കാൾ നല്ലതുണ്ട് മടങ്ങിച്ചെല്ലുമ്പോൾ കിട്ടാൻ. സഹോദരങ്ങളെ, അപ്പം നമ്മൾ പരിശോധിക്കണം, നമ്മുടെ ദേഹേച്ഛകളുടെ അടിമകളായി നമ്മൾ മാറിപ്പോകുന്നുണ്ടോ എന്ന്. തെറ്റുകൾ മനുഷ്യന് വരും, പക്ഷെ തെറ്റുകളുടെ അടിമകളാകുന്നുണ്ടോ പരിശോധിക്കണം. നിസ്കരിക്കാൻ നിന്നാൽ, ഖുർആൻ ഓതാൻ നിന്നാൽ, ദിക്ർ ചെയ്യാൻ നിന്നാൽ എന്റെ മുമ്പിൽ അവളുടെ ചിത്രം വരുന്നു, അല്ലെങ്കിൽ അവന്റെ ചിത്രം വരുന്നു. ഇന്നത്തെ യുവസമൂഹത്തിന്റെ വല്ലാത്ത ഒരു 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 പരീക്ഷണമാണിത്. കുട്ടികൾ വന്ന് പറയാം, എന്താ ചെയ്യാൻ, നിസ്കരിക്കാൻ കഴിയില്ല. നിസ്കരിക്കാൻ നിന്നാൽ അവളുടെ മുഖം ഇങ്ങനെ വരികയാണ്.
ഖുർആൻ ഓതാൻ നിന്നാൽ ഖുർആന്റെ പേജിൽ അവളുടെ മുഖം വരുന്നു. ദിക്റിന് വേണ്ടി ഇരുന്നാൽ, ഒറ്റയ്ക്കിരുന്നാൽ അവളുടെ സ്മരണകളാണ്. ഏതാണ് ഈ അവൾ? അവളാകാം, അവനാകാം. ഏതാണ് ഈ അവളും അവനും? ഈ അവളും അവനും ഏതാന്ന് ചോദിച്ചാൽ എന്റെ ശഹ്വത്താണ്. അത് അള്ളാഹു അനുവദിച്ചതാകാം, അനുവദിക്കാത്തതാകാം. അനുവദിക്കാത്തതാണെങ്കിൽ പറ്റ മോശം. അനുവദിച്ചതാണെങ്കിൽ പോലും സഹോദരങ്ങളെ, അനുവദിച്ചതാണെങ്കിൽ പോലും ഇത്തരം വേളകളിൽ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരേണ്ടത് അതൊന്നുമല്ല, അവരൊന്നുമല്ല, അവളല്ല, അവനല്ല. എന്തുകൊണ്ട് കടന്നു വരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ശഹ്വത്തുകളുള്ള ആർത്തി വർദ്ധിച്ചു, ദുനിയാവുമായുള്ള തഅല്ലുഖ് വർദ്ധിച്ചു, ദുനിയാവുമായുള്ള വല്ലാത്ത കെട്ടിപ്പിടുത്തം. നമ്മൾ അറിഞ്ഞില്ല, ഇതൊക്കെ വിട്ടുപോകേണ്ടി വരും എന്ന് പരിശോധിക്കണം. എന്റെ സഹോദരിമാർ പ്രത്യേകിച്ച് പരിശോധിക്കണം. അള്ളാഹുവിന്റെ ഹുറുമാത്തുകളെ ബഹുമാനിക്കാൻ നമുക്കാവുന്നുണ്ടോ എന്ന്. അള്ളാഹുവിന്റെ ഹുറുമാത്തുകളുണ്ട്, അള്ളാഹുവിന്റെ ചിഹ്നങ്ങളുണ്ട് എന്റെ സഹോദരിമാരുടെ ജീവിതത്തിൽ. അവർ ചിന്തിക്കണം, പുറത്തേക്ക് ഇറങ്ങുമ്പോ ഹിജാബ് ധരിക്കാൻ തോന്നുന്നുണ്ടോ ഇല്ലയോ? അതല്ല, എന്റെ സൗന്ദര്യം മുഴുവൻ പുറത്തുള്ള എല്ലാവരും കാണണമെന്ന രീതിയിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കാനാണോ തോന്നുന്നത്? പരിശോധിക്കണം. നമ്മുടെ സലാഹ് അവിടെയാണ് ബോധ്യമാകുന്നത്. എനിക്ക് ഒരു അഫീഫയായ, ഒരു പതിവ്രതയായ, ഒരു നല്ല സ്ത്രീയാകണമെന്നാണോ എന്റെ ഉള്ളിലുള്ളത്? അല്ല, എല്ലാവരാലും ആകർഷിക്കപ്പെടുന്ന ആകർഷണീയമായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാകണമെന്നാണോ നമ്മുടെ തീരുമാനം? ചോദിക്കണം, സ്വന്തത്തോട് ചോദിക്കണം. അതാണ് എന്റെ സഹോദരിമാർ ശ്രദ്ധിക്കണം. എന്റെ ഭർത്താവിന്റെ കണ്ണുകൾ മറ്റുള്ള സ്ത്രീകളെ നോക്കുന്നതിൽ നിന്ന് തടയാൻ എനിക്കായിട്ടുണ്ടോ ഇല്ലയോ? പരിശോധിക്കണം. എന്റെ സ്വഭാവം കൊണ്ട്, എന്റെ ശരീരം കൊണ്ട്, എന്റെ ജീവിതം കൊണ്ട്, എന്റെ സംസാരം കൊണ്ട്, എന്റെ പെരുമാറ്റം കൊണ്ടായിട്ടുണ്ടോ ഇല്ലയോ? ബാധ്യതയാണത്, നിർബന്ധമായ ബാധ്യതയാണ്. പരിശോധിക്കണം. എന്റെ ഭർത്താവിന്റെ കണ്ണുകൾ, എന്റെ ഭർത്താവിന്റെ ചിന്ത, എന്റെ ഭർത്താവിന്റെ ഹൃദയം, എന്റെ ഭർത്താവിന്റെ വിചാരങ്ങൾ അതൊക്കെ എന്നിലേക്ക് മാത്രമാക്കാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ലയോ? പരിശോധിക്കണം. സഹോദരിമാർ പ്രത്യേകിച്ച് പരിശോധിക്കണം. ഇതാണ് നിങ്ങളുടെ സാലിഹ് എന്നതിന്റെ അടയാളം. ഏറ്റവും വലിയ അടയാളം അതാണ്. അതിനാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. സഹോദരിമാർ, അതിനാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. പരസ്പരം അങ്ങനെയാകാൻ സാധിക്കണം. പുരുഷനും സ്ത്രീക്കും പരസ്പരം അങ്ങനെയാകാൻ സാധിക്കണം. പുരുഷന്മാരും ശ്രദ്ധിക്കണം. അവരുടെ സ്വഭാവം, അവരുടെ പെരുമാറ്റം, അവരുടെ ടച്ചിങ്, അവരുടെ ബന്ധം, ഇതൊക്കെ ആരുമായിട്ടാണ് നമ്മൾ ആലോചിക്കണം. ഈ വാട്സപ്പിലും ഫേസ്ബുക്കിലുമൊക്കെ വരുന്ന ഏതെങ്കിലും ചിത്രങ്ങളുമായിട്ടാണോ? അല്ലെങ്കിൽ ഈ ടിവിയിലോ അല്ലാത്തിടത്തോ കാണുന്ന വല്ല സ്ക്രീനിലുമുള്ള വല്ല സ്ത്രീകളുമായിട്ടാണോ? ആലോചിക്കണം. ഇതൊക്കെ അസഹ്യമാണ്, പാടില്ലാത്തതാണ്. നമ്മുടെ ഹൃദയത്തിനകത്തേക്കുള്ള അള്ളാഹുവിന്റെ നോട്ടമുണ്ട്. ആ നോട്ടം അതിശക്തമാണ്. നമ്മൾ ചിന്തിക്കണം സഹോദരന്മാരെ, സഹോദരിമാരെ. നോക്കൂ, പരിശോധിക്കണം നാം സാലിഹാണോ എന്ന്. മനുഷ്യന്മാരുടെ ഹുഖൂഖുകളുമായുള്ള നമ്മുടെ ബന്ധം എന്താണ്? ജനങ്ങൾക്ക് കൊടുക്കേണ്ട കടമകളും ബാധ്യതകളുമൊക്കെ അവ എത്രമാത്രം നാം നിർവഹിക്കുന്നു? നമ്മുടെ മാതാപിതാക്കളോടുള്ള ഹുഖൂഖ്, കുടുംബബന്ധം നമ്മൾ ആലോചിക്കണം, ഓരോന്നാലോചിക്കണം. നാം ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടോ? അവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാതെ ദ്രോഹിച്ചിട്ടുണ്ടോ? അവൻ എത്ര ദുർബലനാണെങ്കിൽ പോലും, ദരിദ്രനാണെങ്കിൽ പോലും ഉണ്ടോ? പരിശോധിക്കണം നാം. നമ്മുടെ നന്മ അവിടെയാണ്. അന്യായമായി ഏതെങ്കിലും ഒരുത്തന്റെയോ ഒരുത്തിയുടെയോ ഒരു രൂപയെങ്കിലും എന്റെ സമ്പാദ്യത്തിൽ പെട്ടുപോയിട്ടുണ്ടോ? ആലോചിക്കണം സഹോദരന്മാരെ, ആലോചിക്കണം. നമ്മൾ നല്ലതാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഒറ്റയ്ക്കെപ്പോഴെങ്കിലും ജീവിതത്തിലിരിക്കേണ്ടി വന്നാൽ എങ്ങോട്ടാണ് എന്റെ മനസ്സ് പോകുന്നത്? എനിക്കെന്തിലാണ് ആസ്വാദനം കിട്ടുന്നത്? വിശേഷിച്ച് എന്റെ യുവതികൾ ശ്രദ്ധിക്കണം. ഒറ്റയ്ക്ക് കുറച്ച് സമയം കിട്ടിയാൽ ഇന്ന് എവിടെയാണ് നാം? നിങ്ങൾ ആലോചിച്ചു, അഭിരമിക്കുകയല്ലേ? സോഷ്യൽ മീഡിയയിൽ അഭിരമിക്കുകയാണ്.
ഇതല്ലേ ഇന്നത്തെ സംസ്കാരം. കുറച്ച് സമയം ഒറ്റക്ക് കിട്ടിയാൽ, ഇന്ന് സമയം, പണ്ടൊക്കെ സമയം കൊല്ലുക എന്ന് പറഞ്ഞൊരു പണി ഉണ്ടായിരുന്നു, അതിനുവേണ്ടിയുള്ള പല ഗെയിംസുകളും ഉണ്ടായിരുന്നു. ഇപ്പം ആരും സമയം കൊല്ലുന്നില്ല. കാരണം ഇതിൽ ലയിച്ചു പോയിരിക്കുകയാണ്. ഇതിൽ വല്ലാത്ത ഒരു ആസ്വാദനം, ഇതിന് വല്ലാത്ത ഒരു മധുരം. സഹോദര, മനസ്സിലാക്കണം, അള്ളാഹു നമുക്ക് ഒഴിഞ്ഞിരിക്കാൻ അവസരം നൽകുന്നത് ഒരു കടുത്ത പരീക്ഷണമാണ്. അള്ളാഹുവിന്റെ കൂടെ ഒഴിഞ്ഞിരിക്കാൻ നമുക്കാവുന്നുണ്ടോ എന്ന പരിശോധന. അൽ ഖൽവതു മഅല്ലാഹ്, അള്ളാഹുവിന്റെ കൂടെ ഒഴിഞ്ഞിരിക്കുക കുറച്ചു സമയം നമ്മൾ ആലോചിക്കണം. അതിൽ നമുക്ക് റാഹത്ത് കിട്ടുന്നുണ്ടോ നമ്മൾ ആലോചിക്കണം. അതിൽ നമുക്ക് ആസ്വാദനം കിട്ടുന്നുണ്ടോ? അതല്ല പുറത്തിറങ്ങി ഏതെങ്കിലും കുറെ ഫ്രണ്ട്സിനെ കൂട്ടി എവിടെയെങ്കിലുമൊക്കെ പോയി സൊറ പറഞ്ഞ് പല കാര്യങ്ങളും പറഞ്ഞ് കളിച്ച് ചിരിച്ച് രസിക്കുന്നതിൽ മാത്രമാണോ എനിക്ക് ആസ്വാദനം കിട്ടുന്നത്? നമ്മൾ പരിശോധിക്കണം സഹോദരന്മാരെ, പരിശോധിക്കണം. എല്ലാവരും പരിശോധിക്കണം. ഈ ഒരു പരിശോധന പൂർത്തിയായി വേണം ഇനി നാം ഓരോ ദിവസവും കിടന്നുറങ്ങാൻ. ഓരോ ദിവസവും ഉറങ്ങണതിന് ഒരു 10 മിനിറ്റ് ഇരുന്ന് ഒന്ന് മൗനമായിരുന്ന് ഈ ഒരു പരിശോധന നടത്തി നോക്കൂ. പരിശോധന നടത്തി നോക്കൂ. അന്ന് നമ്മൾ അള്ളാഹു നമ്മെ ഏറ്റെടുക്കുകയാണെങ്കിൽ നമ്മൾ സന്തോഷത്തോടുകൂടി അള്ളാഹു ഏറ്റെടുക്കുന്നവരിൽ ഉൾപ്പെടും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പിറ്റേ ദിവസം എഴുന്നേറ്റ് ജീവിക്കാനാണ് അനുവാദം നൽകുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ, ഭംഗിയുള്ള സമൃദ്ധിയുള്ള ജീവിതം നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കും. നമ്മൾ ഓർക്കണം സഹോദരന്മാരെ, ഓർക്കണം. വിശുദ്ധ ഖുർആനിൽ ഒരു വചനമുണ്ട്, വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ എന്ന് തുടങ്ങുന്നൊരു വലിയ വചനം. സ്വർണവും വെള്ളിയും സ്വത്തുക്കളൊക്കെ വാരിക്കൂട്ടുന്നവരെ കുറിച്ചുള്ള, എന്നിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ ഇരിക്കുന്നവർക്കുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്ന ഒരു വാചകം. ഈ വചനം ഇറങ്ങിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു യാത്രയിലായിരുന്നു. സഹാബത്ത് ആ യാത്രയിൽ നബിയോട് ചോദിച്ചു, നബിയെ, സ്വർണവും വെള്ളിയും സ്വത്തുമൊക്കെ സമ്പാദിക്കേണ്ട രൂപം, ചെലവഴിക്കേണ്ട രൂപം എങ്ങനെയാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതൊന്നും വല്ലാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ അനാവശ്യമായി സംഭരിച്ചു വെച്ചുകൂടാ എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. എങ്കിൽ അയ്യുൽ മാലി ഖൈറുൻ ഫനത്തഖിദുഹു, ഏതൊരു സമ്പത്താണ് നബിയെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്വരൂപിച്ചു വെക്കാൻ, സ്വീകരിക്കാൻ അവകാശമുള്ളത് എന്ന്. വല്ലാത്തൊരു ചോദ്യമല്ലേ? അല്ലാഹു റസൂൽ മറുപടി പറഞ്ഞു, അഫ്ദലുഹു, ഏറ്റവും നല്ല സമ്പത്ത് ഏതാണോ, ലിസാനുൻ ദാകിർ വഖൽബുൻ ഷാകിർ വസൗജത്തുൻ മുഅ്മിനത്തുൻ തുഈനുഹു അലാ ഈമാനിഹി. ശരിക്ക് വായിക്കണം നമ്മളത്, നമ്മുടെ ഹൃദയം കൊണ്ട് വായിക്കണം. ഒന്ന് ലിസാനുൻ ദാകിർ, അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന, സ്മരിക്കുന്ന നാവുണ്ടാകണം. നമ്മുടെ വർത്താനം മുഴുവൻ എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിനെ കുറിച്ച് പറയാൻ നമുക്കൊരു ദിവസം നമ്മൾ സംസാരിക്കുന്ന സംസാരത്തെ ഒരു ദിവസം രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് നമ്മളൊന്ന് അനാവരണം ചെയ്തു നോക്കണം. ഇന്ന് എത്ര തവണ ഞാൻ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന്. അതാണ് ദിക്ർ, ലിസാനുൻ ദാകിർ. രണ്ടാമത്തേത് വഖൽബുൻ ഷാകിർ, നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കണം. ഹൃദയമാണ് നമ്മുടെ നന്മയുടെ സ്ഥലം. അതിൽ ശുക്റുണ്ടോ ഇല്ലേ? ഇന്ന് ജീവിച്ചനുഭവിച്ചതിനൊക്കെ ആ വിഭവങ്ങൾ നൽകിയ റബ്ബിനോടുള്ള ശുക്ർ, നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടോ ഇല്ലേ? മനുഷ്യന് വല്ലാത്ത ദുരവസ്ഥയിലാണുള്ളത്. പരിശോധിക്കണം സഹോദരന്മാരെ. മൂന്നാമത്തേത് വസൗജത്തുൻ മുഅ്മിനത്തുൻ തുഈനുഹു അലാ ഈമാനിഹി, തന്റെ ഈമാൻ നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്ന ഇണ. ഇതാണ് ഏറ്റവും വലിയ മൂന്നാമത്തെ സമ്പത്ത്. നമ്മൾ പരിശോധിക്കണം, ഈ ഒരു സമ്പത്തുമായാണോ നമ്മൾ ജീവിക്കുന്നത്? ഈ ഒരു സമ്പത്തുമായാണോ നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത്? എങ്കിൽ നമ്മൾ സാലിഹുകളാകും. ആ സാലിഹുകളാകാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്, കൊതിക്കേണ്ടത്. അള്ളാഹു ആ സൗഭാഗ്യവാന്മാരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله
اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. സഹോദരങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ രാജ്യത്ത് നിന്ന് കേട്ട കൊലപാതകങ്ങളുടെ കഥ നമ്മയൊക്കെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മയല്ല, ലോകത്തുള്ള മുഴുവൻ രാഷ്ട്ര നേതാക്കളെയും ഞെട്ടിപ്പിച്ചിട്ടുണ്ട്. നമ്മളിത് ചർച്ച ചെയ്യുന്നത് കേവലം ഒരു കൊല എന്ന നിലക്കല്ല. ഒരുപാട് കൊലപാതകങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. അതൊന്നും നടക്കുമ്പോൾ നമ്മൾ മിമ്പറിൽ വെച്ച് ഇത് ചർച്ച ചെയ്തിട്ടില്ല. ഇത് ചർച്ച ചെയ്യുന്നത് ഇത്തരം കൊലപാതകങ്ങളിൽ ഒരു ഇസ്ലാമിന്റെയും മുസ്ലിമിന്റെയും ഒക്കെ കലർപ്പുണ്ടോ, അല്ലെങ്കിൽ അത്തരം കലർപ്പുകൾ കലർത്താൻ ചിലർ ശ്രമിക്കുന്നുണ്ടോ എന്ന് തോന്നുമ്പോഴാണ്. സഹോദരങ്ങളെ, നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം, ഇസ്ലാം ആദ്യാവസാനം അതിലുള്ളത് നീതിയാണ്. അതുകൊണ്ട് തന്നെ നീതിയല്ലാത്ത, ന്യായമല്ലാത്ത ഒന്നും ഇസ്ലാമിന്റെ ഭാഗമല്ല. കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിക നിയമം പൂർണ്ണമായും 3 കാര്യങ്ങളിൽ അടിസ്ഥാനപരമായി ഉള്ളതാണ്. ഒന്ന് നീതിയാണ്, രണ്ടാമത്തേത് കാരുണ്യമാണ്, മൂന്നാമത്തേത് നന്മയാണ്. ഇസ്ലാമിന്റെ എല്ലാ നിയമങ്ങളിലും, ശരീഅത്തിന്റെ നിയമങ്ങളിൽ ഇതല്ലാത്ത വല്ലതുമുണ്ടെങ്കിൽ, അങ്ങനെ ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്, നീതിക്ക് പകരം അനീതിയുണ്ട്, കാരുണ്യത്തിന് പകരം ക്രൂരതയുണ്ട്, എങ്കിൽ അത് സത്യത്തിൽ ശരീഅത്തിൽപ്പെട്ടതല്ല, ഇസ്ലാമിക നിയമങ്ങളിൽപ്പെട്ടതല്ല. ആരോ കടത്തിക്കൂട്ടിയതാ. അതിന് നമുക്ക് ബാധ്യതയില്ല. ഈ കൂട്ടത്തിൽ മനുഷ്യജീവന് ഇസ്ലാം ഏറ്റവും കൂടുതൽ പവിത്രത കൽപ്പിക്കുന്നു, ആദരിക്കുന്നു. ഇസ്ലാം വല്ലാത്ത പവിത്രതയാണ്. അത് മുസ്ലിമാണോ അല്ലയോ എന്ന പ്രശ്നമേയില്ല. മനുഷ്യജീവൻ അത്രമാത്രം പവിത്രതയാണ്. ജീവൻ നഷ്ടപ്പെട്ട മയ്യത്തിനോട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച പവിത്രത നിങ്ങൾ ഓർക്കുന്നില്ലേ? ഒരു ജൂതന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ അള്ളാഹുവിന്റെ റസൂലും സഹാബികളും ഇരിക്കുന്നിടത്ത് റസൂൽ എഴുന്നേറ്റ് നിന്ന് അതിനെ ബഹുമാനിച്ചു. ആദരവ്. വലഖദ് കറംനാ ബനീ ആദം. അള്ളാഹുവിന്റെ വാക്ക് ഭയങ്കര. വലഖദ് കറംനാ ബനീ ആദം. ബനീ ആദം, ആദമിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരുമാണ്. ഇതാണ് ഇസ്ലാമിന്റെ സിദ്ധാന്തം. എല്ലാ മനുഷ്യരെയും നാം ബഹുമാനിച്ചിരിക്കുന്നു. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ. അവർക്ക് വേണ്ടി യാത്രാസൗകര്യങ്ങൾ കരയിലും കടലിലും ചെയ്തിരിക്കുന്നു. വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത്. വിശിഷ്ടമായ ഭോജ്യവസ്തുക്കൾ നാം അവർക്ക് നൽകിയിരിക്കുന്നു. വഫദ്ദൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ദീല. നാം സൃഷ്ടിച്ചതിൽ ഏറ്റവും നന്നായി ശ്രേഷ്ഠമായി സൃഷ്ടിച്ചത് മനുഷ്യരെയാണ്. മനുഷ്യർ എന്നാ പറഞ്ഞത്. അവിടെ മുസ്ലിമും മുസ്ലിം അല്ലാത്തവനും വേർതിരിച്ചിട്ടില്ല. മനുഷ്യൻ അവൻ ആദരണീയനാണ്, ശ്രേഷ്ഠനാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ആദരണീയതക്കോ ശ്രേഷ്ഠതക്കോ നിരക്കാത്തതൊക്കെ വർജിക്കപ്പെടേണ്ടതാണ്. അതിൽപ്പെട്ടതാണ് കൊലപാതകം. കൊലപാതകം തീർത്തും ക്രൂരമാണ്, അനീതിയാണ്, പാടില്ലാത്തതാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇസ്ലാമിന്റെ പേരിൽ ആരെങ്കിലും ചെയ്തതാണെങ്കിൽ പോലും ക്രൂരമാണ്. നമ്മൾ ഒരിക്കലും അതിനെ അനുകൂലിക്കുകയില്ല, അപലപിക്കുന്നു. അത്തരത്തിലുള്ള കൊലപാതകികളെ കണ്ടെത്തുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നോക്കൂ, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് നേരെയുള്ള കൊലപാതകം മാത്രമല്ല ഇസ്ലാം നിരോധിച്ചത്. മറ്റു ജീവജാലങ്ങളുടെ അവകാശങ്ങൾക്കൊക്കെ ഇസ്ലാം വില കൽപ്പിച്ചിട്ടുണ്ട്. മനുഷ്യന് പ്രത്യേകിച്ചുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉറുമ്പിനെയും പൂച്ചയെയും വെട്ടുകാലിയെയും വൃക്ഷങ്ങളെയും ഒക്കെ ഇസ്ലാം സംരക്ഷിക്കുന്നുണ്ട്. അവക്കൊക്കെ അവകാശങ്ങളുണ്ട്. അതാണ്. നോക്കൂ, വിശുദ്ധ ഖുർആനിൽ ഭൂമിയിൽ നടന്ന ആദ്യത്തെ കൊലപാതകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ കൊലപാതകം ഏതാണ് എന്ന് നിങ്ങൾക്കറിയാം.
ആ കൊലപാതകത്തെക്കുറിച്ച് പറയുന്ന സൂറത്തുൽ മാഇദയിലെ 4-5 വചനങ്ങളുണ്ട്. ആ വചനങ്ങളിൽ ഖുർആൻ കൊലപാതകിയുടെ പക്ഷം ചേരാതെ വധിക്കപ്പെട്ടവന്റെ പക്ഷത്താണ് നിൽക്കുന്നത്. അതാണ് ഇസ്ലാമിന്റെ സിദ്ധാന്തമെന്ന് പറയുന്നത്. വധിക്കപ്പെട്ടവന്റെ പക്ഷത്താണ് ഇസ്ലാം. വധിക്കപ്പെട്ടവൻ ആക്രമിക്കപ്പെടുമ്പോൾ സ്വീകരിച്ച സംയമനം അത് ഭയങ്കര. കൊലയാളി വന്ന് കൊല്ലപ്പെട്ടവനോട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ കൊല്ലും. അപ്പോ കൊലയാളി കൊല്ലപ്പെടാൻ പോകുന്നവൻ പറയുന്ന ഒരു വാചകമുണ്ട്. അതാണ് ഇസ്ലാമിന്റെ സിദ്ധാന്തം. ലഇൻ ബസത്ത ഇലയ്യ യദക ലിതഖ്തുലനി, നീ എന്നെ കൊല്ലാൻ വേണ്ടി നിന്റെ കൈ നീട്ടിയാൽ മാ അന ബിബാസിത്തിൻ യദി ലിയഖ്തുലക്, എന്റെ കൈ നിന്നെ കൊല്ലാൻ ഞാൻ നീട്ടൂല. എന്താ കാര്യം? എനിക്കധികാരമല്ല. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ഞാൻ റബ്ബുൽ ആലമീനായ അല്ലാഹുവിനെ ഭയപ്പെടുന്നു. ഈ കൊലപാതകത്തിന്റെ കഥ പറഞ്ഞ ശേഷം അല്ലാഹു പറയുന്ന ഒരു വാചകമുണ്ട്, മിൻ അജ്ലി ദാലിക കതബ്നാ അലാ ബനി ഇസ്രായീൽ അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദി ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. വല്ലാത്ത വാക്ക. ഇത് കഴിഞ്ഞിട്ട് ഈ കൊലപാതകത്തിന്റെ കഥ പറഞ്ഞിട്ട് പറയുന്നു, ഈ കാരണത്താൽ ഇസ്രായേൽ സന്തതികൾക്ക് നാം ഒരു വിധി നൽകുകയാണ്. അതെല്ലാവർക്കും ബാധകമാണ് ആ വിധി. അതെന്താ? മറ്റൊരാളെ കൊന്നതിന് പകരമായോ അതല്ലെങ്കിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിന്റെ പേരിലോ അല്ലാതെ വല്ലവനും ഒരാളെ കൊലപ്പെടുത്തിയാൽ അത് മനുഷ്യരെ മുഴുവൻ കൊലപ്പെടുത്തിയതിന് തുല്യമാണ്. 2 ക്ലോസുകൾ വെച്ചിട്ടുണ്ട്. ഒന്ന്, ഒരാളെ കൊന്നു. 2, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കി. അത്തരം സന്ദർഭങ്ങളിലെ ഭരണകൂടങ്ങൾക്ക് പോലും ഒരാളെ കൊല്ലാൻ നിർവാഹമുള്ളൂ എന്നതാണ് ഇസ്ലാമിന്റെ നയം. മനുഷ്യർക്കല്ല. എനിക്കും നിങ്ങൾക്കും കത്തിയെടുക്കാനും തോക്കെടുക്കാനുമുള്ള അധികാരം ഇസ്ലാം നൽകുന്നില്ല. ഒരിക്കലുമില്ല. തോക്കെടുക്കാനും കത്തിയെടുക്കാനും അമീർ വേണം, ജിഹാദിനുള്ള വിളി വേണം, ഇസ്ലാമിക ശരീഅത്തനുസരിച്ചുള്ള ഭരണകൂടം വേണം. അല്ലാതെ പറ്റൂല. അതല്ലാതെ ഒരാളെ കൊന്നാൽ അള്ളാഹുവിന്റെ വാക്ക് ശരിക്കും ശ്രദ്ധിക്കണം, ഫകഅന്നമാ ഖതലന്നാസ ജമീഅ, മനുഷ്യരെ മുഴുവൻ കൊന്നതിന് തുല്യമാണത്. വമൻ അഹ്യാഹാ, ഒരാൾക്ക് ജീവിക്കാനുള്ള സന്ദർഭം ഒരുക്കിക്കൊടുത്താൽ, ഒരാളെ കൊലപാതകത്തിൽ നിന്ന് രക്ഷിച്ചാൽ, ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ, അവൻ മനുഷ്യരെ മുഴുവൻ രക്ഷിച്ചവനെ പോലെയാണ്. ഇതാണ് ഇസ്ലാമിന്റെ സിദ്ധാന്തം. കൊലയാളിയെ പ്രതിക്രിയ ഖിസാസ് എന്ന പേരിൽ കൊല്ലാം. അത് ഇസ്ലാമിന്റെ സിദ്ധാന്തമാണ്. അതും ഭരണകൂടത്തിന് കൊല്ലാം, മനുഷ്യർക്ക് കൊന്നുകൂടാം. അതാകട്ടെ ആ ഖിസാസ് എന്ന് പറയുന്ന ഇസ്ലാമിലെ ശിക്ഷാ നടപടി അത് മനുഷ്യർക്ക് ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയുള്ളതാണ്. കൊലയാളികൾ വളർന്നാൽ ഭൂമിയിൽ സൗര്യമായ ജീവിതം നഷ്ടപ്പെടും. അപ്പോഴാണത് പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, ഇബാദുർ റഹ്മാനെ അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. ഇബാദുർ റഹ്മാനെ പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ സൂറത്ത് ഫുർഖാനിൽ അള്ളാഹു പറയുന്നുണ്ട്, അന്യായമായി കൊലപാതകം ചെയ്യാത്തവരാണ് അവർ എന്ന്. ആ കൂട്ടത്തിൽ പറഞ്ഞത് വേറെന്തൊക്കെയാ അറിയും നിങ്ങൾക്ക്? നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു പ്രത്യേകം പറയാം, അള്ളാഹുവിന്റെ കൂടെ മറ്റു ഇലാഹുകളെ വിളിച്ച് പ്രാർത്ഥിക്കാത്തവർ. എന്നിട്ട് പറഞ്ഞു, അള്ളാഹു ആദരണീയമാക്കിയ ജീവനെ ന്യായമായ കാരണത്താലല്ലാതെ ഹനിക്കാത്തവൻ, വ്യഭിചരിക്കാത്തവൻ. ഇതൊക്കെയാണ് നല്ല മനുഷ്യരുടെ, ഇബാദുർ റഹ്മാന്റെ അടയാളമായി അള്ളാഹു പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കണം. സൂറത്തു അൻആമിൽ മനുഷ്യന്റെ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് പറയുന്നുണ്ട്, വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അന്യായമായി അള്ളാഹു പവിത്രമാക്കിയ ഒരു മനുഷ്യനെയും വധിക്കാത്തവനാണ് മുസ്ലിം. അവന്റെ പേരാണ് മുസ്ലിം. മൂസാ അലൈഹിസ്സലാമിന് അബദ്ധത്തിൽ സംഭവിച്ച വധത്തെപ്പോലും ഖുർആൻ വിളിച്ചത് പൈശാചിക പ്രവർത്തനം എന്നല്ലേ? അബദ്ധത്തിലാ സംഭവിച്ചത്. ഒരു ദേഷ്യനുള്ള സമയത്ത് സംഭവിച്ചു പോയാ അതിനെ പൈശാചിക പ്രവർത്തനം എന്നാ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാത്രമല്ല, ഇത്തരം കൊലപാതകം നടത്തിയവരുടെ അനന്തരഫലം കടുപ്പമുള്ള നരകശിക്ഷയാണെന്ന് പല പ്രാവശ്യം ഖുർആനും റസൂലും ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്.
നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം കൊലപാതകങ്ങളുമായി ഇസ്ലാമിനോ മുസ്ലിങ്ങൾക്കോ യാതൊരു ബന്ധവുമില്ല. ഇസ്ലാമിന്റെ അഡ്രസ്സിലേക്ക്, വിലാസത്തിലേക്ക് അതാരും ചേർത്ത് വെച്ച് പറയാനും, മുസ്ലിങ്ങൾ അതിന്റെ പേരിൽ ഏതെങ്കിലും രൂപത്തിൽ മുസ്ലിങ്ങളെ ഉപദ്രവിക്കാനും ആരും വരരുത്. മുസ്ലിങ്ങൾക്ക് പറയാനുള്ളതാണ് ഔദ്യോഗികമായി ഇത്തരം മെമ്പറുകളിൽ നിന്ന് പറയുന്നത്. നമ്മളൊരിക്കലും ഇതിന്റെ വക്താക്കളോ ഇതിന്റെ വാഹകരോ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരോ ഇതിനെ ഫോർവേഡ് ചെയ്യുന്നവരോ ആയിപ്പോകരുത്. നമുക്കത് പാടില്ലാത്തതാണ് എന്ന് നാം മനസ്സിലാക്കണം. നമ്മൾ മുസ്ലിങ്ങളാണ്. ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം സമാധാനമെന്നാണ്. സമാധാനമുള്ള ഒരു പ്രദേശത്തെ നമുക്ക് നമ്മുടെ ആശയം, നമ്മുടെ ആദർശം ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയൂ. ഒരിക്കലും അല്ലാഹുവിന്റെ റസൂൽ തോക്കുപയോഗിച്ചോ വാളുപയോഗിച്ചോ കുന്തമുപയോഗിച്ചോ ഇസ്ലാം പ്രചരിപ്പിച്ചിട്ടില്ല. പ്രതിരോധത്തിന് വേണ്ടിയാണ് അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു യുദ്ധം അനുവദിച്ചതുപോലും. അതും ഒരു പ്രത്യേകമായ കാലഘട്ടത്തിൽ, പ്രത്യേകമായ സാഹചര്യത്തിലായിരുന്നു. അതൊന്നും മനസ്സിലാക്കാതെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ചില വചനങ്ങളോ ചില വചനങ്ങളുടെ കഷ്ണങ്ങളോ വെട്ടിയെടുത്ത് ഇസ്ലാമിനെ ദ്രോഹിക്കാൻ വരുന്നവരോട് നമുക്കൊന്നേ പറയാനുള്ളൂ, ഇതാണ് ഇസ്ലാമിന്റെ സിദ്ധാന്തം എന്ന്. അള്ളാഹു കൂടുതൽ മനസ്സിലാക്കാനും യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഒരു സഹോദരൻ ഒരു പ്രയാസമുള്ള സർജറിക്ക് വേണ്ടി പ്രവേശിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല മനുഷ്യനാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ സർജറി വിജയപ്രദമാക്കുമാറാകട്ടെ. സന്തോഷത്തോടെ സമാധാനത്തോടെ ഇനിയും ഈ ദീനിനു വേണ്ടി പ്രവർത്തിക്കാൻ അള്ളാഹുവെ അദ്ദേഹത്തിന് നീ തൗഫീഖ് നൽകണമേ. അദ്ദേഹം അനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളും അദ്ദേഹത്തിന്റെ പാപങ്ങൾ കഴുകിക്കളയാനുള്ള കാരണമാക്കി നീ മാറ്റണമേ. ഞങ്ങളിലുള്ള എല്ലാ രോഗികൾക്കും നീ സമാധാനവും ശാന്തിയും ശിഫയും നൽകണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. വഴിപിഴച്ചു പോയവർക്ക് ഹിദായത്ത് നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ യുവാക്കളെയും യുവതികളെയും ദീനിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് നൽകി അവരെ നീ ആദരിക്കണമേ. സാലിഹുകളായി ജീവിക്കുവാനും സാലിഹുകളായി നിന്നെ കണ്ടുമുട്ടുവാനും സാലിഹുകളുടെ കൂട്ടത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേരാനും അർഹമുർ റഹീമീനായ റബ്ബേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في كل مكان. اللهم انصر إخواننا المسلمين في كل مكان. اللهم انصر إخواننا في فلسطين وفي سوريا وفي كل البلدان يا رب العالمين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ولوالدينا ورب ارحمهما كما ربيانا صغيرا. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين برحمتك يا أرحم الراحمين. صلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين والحمد لله رب العالمين.